മുനമ്പം ജനതയെ കാണാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് കേരളത്തിലെത്തും. വൈകുന്നേരം 5 മണിക്കാണ് അദ്ദേഹം സമരപന്തൽ സന്ദർശിച്ച് പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത്. തുടർന്ന് NDA സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വഖഫ് ഭേദഗതി ബിൽ നിയമമാക്കിയതിനാൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കാൻ മുനമ്പം ഇന്ന് നന്ദി മോദി ബഹുജന കൂട്ടായ്മ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. സ്വന്തം കിടപ്പാടവും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു മുനമ്പം ജനത സമരം ചെയ്തതും. വഖഫ് നിയമമായതോടെ തന്നെ സമാധാനത്തോടെ വളരെയധികം സന്തോഷത്തിലാണ് മുനമ്പം ജനത ഇപ്പോഴുള്ളത്. അതേസമയം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവിടെ സന്ദർശിച്ചതോടെ തന്നെ കൂടുതൽ കരുത്താർജിക്കുവാനും ജനങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുവാനും കേന്ദ്ര സർക്കാരിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുവാനും ഒക്കെ സഹായകരമാകുമെന്നതാണ് കണക്കുകൂട്ടപ്പെടുന്നതും. വഖഫ് ഭേദഗതി നിയമമായതിനാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സമരം നടക്കുന്ന വേളയിൽ പോലും അദ്ദേഹം മുനമ്പം ജനതയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ഈ മാസം 9-ാം തീയതിയായിരുന്നു അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചതെങ്കിൽ പോലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ തന്നെ പിന്നീട് തീയതി മാറ്റുകയായിരുന്നു ചെയ്തതും. അതുപോലെ മുനമ്പം വിഷയത്തിൽ BJP രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും CPIM-ഉം ശക്തമാക്കുന്നതിനിടയിലാണ് സന്ദർശനമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം 11:20 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മന്ത്രി വാരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തും. എറണാകുളം താജ് വിവാന്തയിലെ വാർത്താ സമ്മേളനത്തിനു ശേഷം 5 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം സമരപന്തലിലെത്തുക. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളും ഉണ്ടാകും. കൂടാതെ മുനമ്പത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കുവാനും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് മുനമ്പം ജനങ്ങളുടെ കണ്ണീരൊപ്പുവാനും കഴിഞ്ഞിരുന്നു. ശരിക്കും കേരളത്തിലെ മുനമ്പത്തുള്ള ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി. വഖഫ് നിയമ ഭേദഗതിയിലൂടെ തന്നെ വോട്ട് ബാങ്കുകൾക്ക് പിന്നിലുള്ള ജാതി മത സമവാക്യങ്ങളെ കേന്ദ്ര സർക്കാർ പൊളിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ജാതിക്കും വോട്ട് ബാങ്കിനും ഈ നാട്ടിൽ ഒരു സ്ഥാനവുമില്ല എന്നതാണ്, സാധുക്കളുടെ കണ്ണീരിനാണ് വില എന്നത് കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിലൂടെ തന്നെ ഈ നാട്ടിലെ ഓരോ സമൂഹത്തിനും മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നതും. കേരള രാഷ്ട്രീയത്തിൽ ഇനി പല മുന്നണികളിലും ആവേശവും അടിയൊഴുക്കും ഒക്കെ സാധ്യതയുണ്ടാകുന്ന സൂചനകളും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ പല്ലും നഖവും കൊണ്ട് വഖഫിനെ നിശിതമായി എതിർത്തതും അവർ സമരം നടത്തിയതുമൊക്കെയാണ് കേന്ദ്രത്തിന് ഇരുസഭകളിലും ഈ വിഷയം ഇത്രയും ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതും. പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് ബില്ല് നിയമമാകാതിരിക്കാൻ ശക്തമായി എതിർത്തെങ്കിൽ പോലും ആ എതിർപ്പിനെ ഒന്നും തന്നെ ആരും വകവെച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ പ്രതിഫലനമായി മറ്റൊരു രാഷ്ട്രീയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മുസ്ലിം വോട്ട് ബാങ്ക് മോഹിച്ച് സമരം പൊളിക്കാൻ തുനിഞ്ഞിറങ്ങിയ കോൺഗ്രസ് പാർട്ടി അടക്കം ഇപ്പോൾ വെമ്പൽ കൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നതും. ഇനിയും കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിന് യാതൊരു സ്ഥാനവുമില്ല. അത്തരത്തിൽ മുനമ്പം ജനത അതിനെ പൊളിച്ചെഴുതിയെന്നത് തന്നെയാണ് വ്യക്തമാകുന്നതും. അതേസമയം മുനമ്പത്ത് 50 പേരാണ് കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അംഗത്വം നൽകിയവരെ സ്വീകരിച്ചതും. അതേപോലെ തുഷാർ വെള്ളാപ്പള്ളി, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് 50 പേരും അംഗത്വം സ്വീകരിച്ചതും. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണിതെന്നും മുനമ്പത്തെ ജനങ്ങൾ അവരുടെ റവന്യൂ അവകാശം നേടിയെടുക്കും വരെ കൂടെ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. മുനമ്പത്തെ ജനങ്ങളെ അവർ തിരഞ്ഞെടുത്ത MP-മാരും MLA-മാരും വഞ്ചിച്ചുവെന്നും സഭയിൽ കോൺഗ്രസ് CPM MP-മാർ പറഞ്ഞതെല്ലാം നുണകളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേപോലെ തന്നെ സമരസമിതി ക്രിസ്തുവിന്റെ തിരുവത്താഴ ചിത്രം രാജീവ് ചന്ദ്രശേഖറിന് ഉപഹാരമായി നൽകുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന് സമരസമിതി രാജീവ് ചന്ദ്രശേഖറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ സമയം തേടി അവസരം ഒരുക്കുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ഉറപ്പ് നൽകിയതും. അതേസമയം ബില്ല് പാസ്സായതിനു പിന്നാലെ തന്നെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം വരെ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം വിളിച്ചും സർക്കാർ നിരന്തരം ഉറക്കെ ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.